സഹകരണ മേഖലയിൽ വിമാന സർവീസ് ആരംഭിക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ച് ലാഡർ കേരള ചെയർമാൻ CN വിജയകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് പദ്ധതി സമർപ്പിച്ചു. വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് ആഭ്യന്തര സർവീസ് നടത്താമെന്നാണ് നിർദ്ദേശം. പദ്ധതി നടപ്പിലായാൽ 2 വർഷത്തിന് ശേഷം ലാഭകരമാകുമെന്നും CN വിജയകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എയർ ഫ്ലൈറ്റിന് ഒരു 4 ഫ്ലൈറ്റ് 134 സീറ്റുള്ള ഏറ്റവും ആധുനിക ഫ്ലൈറ്റുകൾ 4 എടുത്താൽ നമുക്ക് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, മംഗലാപുരം, ബാംഗ്ലൂർ, കോയമ്പത്തൂർ ആൻഡ് ചെന്നൈ ഇത്ര സ്ഥലങ്ങളിൽ ഷട്ടിൽ അടിക്കാൻ കഴിയും. ഗവൺമെൻറ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഷെയർ ഉടമകൾ സഹകരണ സംഘങ്ങളാവുകയും അത് സഹകരണ മേഖലയിൽ നടപ്പിലാക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ പൈസ കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഒരു 300 കോടി 400 കോടി ഷെയർ എടുക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിയും. വിദഗ്ധരായിട്ട് ഗവൺമെൻറ് ചർച്ച ചെയ്യട്ടെ. മുഖ്യമന്ത്രിയെയും വ്യവസായ വകുപ്പ് മന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും സഹകരണ വകുപ്പ് മന്ത്രിയെയും ഗതാഗത വകുപ്പ് മന്ത്രിയെയും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, പല കാലത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, പക്ഷേ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇതിപ്പോൾ സഹകരണ മേഖലയിലെ ഒരു ആലോചന എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അദ്ദേഹം ഈ ആലോചനയെ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യം എടുത്താൽ 4 വിമാനത്താവളങ്ങൾ കേരളത്തിൽ ഉണ്ട്. അതല്ലാതെ കൂടുതൽ കണ്ടെത്താവുന്ന സാഹചര്യമോ പുതുതായി ആരംഭിക്കാനുള്ള ആലോചനയോ ഒക്കെ വേറെയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആലോചനയുടെ വിശദാംശങ്ങൾ? ഹർഷൻ, കെ ഫ്ലൈറ്റ് എന്ന പേരിലാണ് ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത് ലാഡർ എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, വാണിജ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ നടത്തി വരുന്നുണ്ട്. അതിന്റെ ചെയർമാൻ CN വിജയകൃഷ്ണൻ, അദ്ദേഹം CMPയുടെ നേതാവും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു സഹകാരി കൂടിയാണ്. അദ്ദേഹമാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു 300 കോടി അല്ലെങ്കിൽ 400 കോടി വരെയാണ് അതിൻ്റെ ഒരു ചെലവ് അദ്ദേഹം കണക്കാക്കുന്നത്. പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് 4 ചെറു വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് അത് കേരളത്തിലെ ആഭ്യന്തര സർവീസ്, ഇവിടുത്തെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഭ്യന്തര സർവീസുകൾ നടത്തുക, അതോടൊപ്പം തന്നെ പുതിയ എയർ സ്ട്രിപ്പുകൾ നിർമ്മിച്ചുകൊണ്ട് ചെറിയ സർവീസുകൾ നടത്തുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിൽ 3000 മുതൽ 6000 രൂപ വരെ വിമാന ചാർജ് ഈടാക്കിക്കൊണ്ട് എല്ലാ സീസണിലും, നമുക്കറിയാം വിമാന സർവീസിൽ പലപ്പോഴും സീസൺ അനുസരിച്ചാണ് അതിന്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് ഉണ്ടാകുക. അപ്പോൾ പരമാവധി 6000 രൂപ അല്ലെങ്കിൽ 3000 രൂപ, അങ്ങനെ അതിന്റെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് ഈ സർവീസ് നടത്തുക എന്നുള്ളതാണ്. ഇതിന് ഇവർ ഇങ്ങനെ ഒരു ബദൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അതിവേഗ പാത, റെയിൽവേയുടെ അതിവേഗ പാതയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന ഒന്നതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്രയും തുക കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ്. ആ ഒരു ഘട്ടത്തിൽ 500 കോടിയിൽ താഴെയുള്ള ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും, എന്നാൽ ഒരു 2 വർഷം വരെ ഒരുപക്ഷെ അത് ലാഭത്തിലേക്ക് വരാൻ കഴിയില്ല. 2 വർഷത്തിന് ശേഷം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, സഹകരണ മേഖലയിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ അവരിൽ നിന്ന് ഓഹരികൾ വാങ്ങുക, അത് 5 കോടി, ഇപ്പം സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനമാണെങ്കിൽ അവരിൽ നിന്ന് 5 കോടി ഓഹരിയും, അതല്ലാത്തത് 50 ലക്ഷം രൂപ വരെ ഓഹരിയും വാങ്ങി അങ്ങനെ ഒരു ഫണ്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. പിന്നീട് അതിന്റെ ഒരു ഭരണസമിതി, മുഖ്യമന്ത്രി ചെയർമാനും ഈ വൈസ് ചെയർമാനായി ഒരു പ്രധാനപ്പെട്ട സഹകാരിയെ സർക്കാർ നിർദ്ദേശിക്കുക, മറ്റ് സഹകരണ വകുപ്പ് മന്ത്രി, അങ്ങനെയുള്ള ആളുകൾ അതിന്റെ ഭരണസമിതിയിൽ വരിക. അങ്ങനെ അതിനെ കൃത്യമായി 49% വരെ സംസ്ഥാന സർക്കാരിന് ഓഹരി ഉണ്ടാകുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി ഇത്തരത്തിൽ ഒരു വിമാന സർവീസ് നടത്തുക എന്നുള്ളതാണ്. ഹർഷൻ പറയുന്നത് പോലെ ഇത്തരം ആശയങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രായോഗത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രിയെയും വ്യവസായ വകുപ്പ് മന്ത്രിയെയും ഒക്കെ അദ്ദേഹം കണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് പറയുന്നത്. എന്തായാലും സർക്കാർ ഇത് പരിഗണിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് CN വിജയകൃഷ്ണൻ പങ്കുവെക്കുന്നത്.